യാത്ര ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഛർദിലുണ്ടാകുക അല്ലെങ്കിൽ ഓക്കാനം ഉണ്ടാകുക വളരെ കോമൺ ആയിട്ട് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നതാണ്. ഇത് കാരണം യാത്ര ചെയ്യാൻ തന്നെ മടിക്കുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും ഛർദ്ദിക്കാറുണ്ട്. ഇത് മിക്കവാറും സംഭവിക്കുന്നതാണ്, അത് യാത്ര സ്പോയിലാവും. അത് കാരണം യാത്ര ചെയ്യാതിരിക്കുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഞാൻ ഇതിന് മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. കാരണം പല ആളുകളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംശയമാണ്. ഞാൻ ഡോക്ടർ ഡാനിയൽ സലീം മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പുറവശത്തെ സീറ്റിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ, പുറവശത്തൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം അങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കണ്ണ് ഏതെങ്കിലും ഒരു അനങ്ങാത്തൊരു സ്ഥലം അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ കണ്ണ് നോക്കുന്നത്. നമ്മുടെ ചെവിയിൽ എന്തുണ്ട്, കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, പ്രത്യേകിച്ചും ഇന്നർ ഇയറിൽ, അതായത് അകത്തെ ആന്തരിക കർണത്തിൽ നമുക്ക് ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് ഇങ്ങനെ അനങ്ങും യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഫ്ലൂയിഡ് അറിയാം, അല്ലെങ്കിൽ ചെവിക്കറിയാം നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതുപോലെ ബ്രെയിനും അറിയാം യാത്ര ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കണ്ണിൽ നിന്നുള്ള ഇമ്പൾസ് എന്താണ്, നമ്മൾ സ്റ്റേഷനറി ആയിട്ട് അനങ്ങാതിരിക്കുവാണെന്നും ചെവിയിൽ നിന്നുള്ളത് അനങ്ങുവാണെന്നുള്ള ഇമ്പൾസ് വരും. ഇത് രണ്ടും കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്താണ് രോഗി ഛർദ്ദിക്കുന്നത്. ഇതാണ് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഇരിക്കുക, കാരണം അപ്പോഴേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ സ്ട്രെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊരു കാരണവശാലും മൊബൈൽ ഫോൺ വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ അപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവും. ചില ആളുകൾ ബുക്ക് വായിക്കും, പത്രം വായിക്കും, അങ്ങനെയൊന്നും ചെയ്യരുത്. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വിഷനും ഇതുമായിട്ടുള്ള മിസ്മാച്ച് ഒഴിവാക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് വരും. അത് കാരണം ഏമ്പക്കം കാരണം ഇത് ട്രിഗർ ചെയ്യും, പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ ചായ കാപ്പിയൊക്കെ ഒത്തിരി കുടിക്കും. അത് കാരണം നമ്മുടെ ലോവർ ഈസോഫാജിൽ സ്പിങ്ഡർ ഉണ്ട്, അത് റിലാക്സ് ആവും. ഒത്തിരി ചായയും കാപ്പിയും കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി പോലുള്ള സാധനമാണ് ഗ്യാസ് പോകാൻ വേണ്ടിയാണ് നമ്മൾ കുടിക്കുന്നത് വിചാരിക്കും പല ആൾ. പക്ഷേ അത് കാരണം വോമിറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ യാത്രയുടെ സമയത്ത് അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇഞ്ചി വളരെ നല്ലതാണ്. ഇഞ്ചി മണപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നാരങ്ങ മണപ്പിക്കുന്ന ചില ആളുകൾക്ക് നല്ലതാണ്. അത് നമ്മുടെ ഈ വോമിറ്റിംഗ് സെൻസേഷനെ പ്രിവെൻറ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിനിലെ ഒരു ഇമ്പൾസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനങ്ങളാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്നത് വളരെ നല്ല എഫക്റ്റീവ് മാർഗ്ഗമാണ്. മിക്ക ആളുകളും ഉറങ്ങും, പക്ഷേ നമ്മുടെ യാത്രയുടെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക, സ്ട്രെയിറ്റ് നോക്കുക, പറ്റുമെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ശുദ്ധവായു കിട്ടുന്നത് നല്ലതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണം അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ശ്രമിച്ചതിന് ശേഷവും ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നമുക്ക് മരുന്നുകളുണ്ട്. ഇപ്പോൾ പ്രോമെത്താസിൻ എന്നുള്ള മരുന്നുണ്ട്, അല്ലെങ്കിൽ മെക്ലിസിൻ എന്നുള്ള മരുന്നൊക്കെ ഉണ്ട്. ഈ പ്രോമെത്താസിൻ അവോമിൻ എന്നൊക്കെ വിളിക്കും, പക്ഷെ അതിന് ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മെക്ലിസിൻ എന്നുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കാവുന്നതാണ്. എത്രയാണ് കഴിക്കേണ്ടതെന്നെല്ലാം കറക്റ്റായിട്ട് ചോദിക്കുക. സാധാരണഗതിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ടാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്. അപ്പം പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പോൾ ആൻറ്റി മോഷൻ സിക്നെസ്സിനുള്ള മരുന്നുകൾ ചോദിക്കുക. അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇനി ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെവിയിൽ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കറുകൾ അവൈലബിൾ ആണ്. സ്കോപ്പോലാമിൻ എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അത് ചെവിയുടെ ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വോമിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏതാണ് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് ഡോക്ടറോട് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയാലും ഇതുപോലുള്ള യാത്ര നമുക്ക് സുഗമമാക്കാൻ പറ്റും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കും. മിക്ക ആളുകളുടെ ഒരു സംശയമാണ് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഞാൻ മിക്കവാറും സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്നതാണ്, അവർ സ്റ്റിക്കർ ഇങ്ങനെ ചെവിയുടെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട് മിക്ക ആളുകളും. അപ്പോൾ അതാണ് അവർ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്തത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു മാസത്തിൽ ഒരു 1-2 ചോദ്യങ്ങളെങ്കിലും ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടമ്പായി ആണെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ചെവിയിലും മൂക്കിലും വായിലും എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് ചെവിയുടെ ബാക്കിൽ, അതും ഒരു ചെവിയുടെ ബാക്കിൽ മാത്രം സ്റ്റിക്കർ ഒട്ടിക്കുക. അത് തന്നെ നല്ലവണ്ണം ആക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സ്കോപ്പോലാമിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് എത്ര നേരം ആക്ട് ചെയ്യും, അതുപോലെ തന്നെ അത് എത്ര നേരം കഴിഞ്ഞിട്ടാണ് സ്റ്റിക്കർ മാറ്റേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.